കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തിയായിരുന്നു വിജയുടെ റാലികൾ. രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങൾ വിളിക്കുന്നത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തി. 3-ാം ദിവസമാണ് കരൂരിൽ ദുരന്തം സംഭവിച്ചത്. TVK റാലികളിൽ ഇതാദ്യമായല്ല തിക്കും തിരക്കുമുണ്ടാകുന്നത്. തിരുച്ചിറപ്പള്ളിയിലെ വിജയ് നടത്തിയ റാലിയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. റാലികളിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി അടുത്തിടെ മുന്നറിയിപ്പും നൽകിയിരുന്നു. വിജയുടെ റാലികൾക്ക് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്ത് TVK സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതെന്നും ഹൈക്കോടതി ചോദിച്ചത്. നേതാക്കൾ സ്ത്രീകളെയും പ്രായമായവരെയും ഭിന്നശേഷിയുള്ള പൗരന്മാരെയും സംരക്ഷിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു കരൂരിലെ വിജയുടെ റാലി നടന്നത്. 10,000 പേർക്ക് മാത്രം അനുമതി നൽകിയ പരിപാടിയിൽ 2 ലക്ഷത്തിനടുത്ത ആളുകളാണ് പങ്കെടുത്തത്. നാഷണൽ ഡെസ്ക്, ജനം.